അനുഗ്രഹപ്രദമായ ഈ രാവിലെ സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച മാന്യ സഭ, വിശ്വസിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ സംവിധായകന്, കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാനരായ എല്ലാ സഹോദരി സഹോദരന്മാർ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരൻ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ രാവിലെ വന്ദനം ചൊല്ലുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനാൽ ദൈവത്തിന് മഹത്വം. ക്ഷണിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി. ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഈ രാജ്യത്ത് ഈ പ്രാവശ്യം വരുവാൻ അവസരം ദൈവം ഒരുക്കി. അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രിയിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ശനിയും ഞായറും ഒക്കെ കൺവെൻഷനും മറ്റ് ശുശ്രൂഷകളുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ പലയിടങ്ങളിലും കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനു മുൻപ് ഇവിടെ വന്നപ്പോൾ ബഹുമാന്യ സവിജാന്റെ ഭവനത്തിൽ പാർത്ത് ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തിൽ ദൈവവചനം പലയിടങ്ങളിൽ ശുശ്രൂഷിപ്പാൻ, പല സഭകളിലും ശുശ്രൂഷിപ്പാൻ സാവകാശം ദൈവം തന്നിട്ടുണ്ട്. മാന്യ കർത്തദാസനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിചിതരായ പലരും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പേരുപേരായിട്ട് വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇനി മറ്റ് മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ഈ രാവിലെ ശാന്തമായിട്ട് അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഇത്രയും സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസനും നിങ്ങൾ സാക്ഷ്യങ്ങളും മറ്റ് പ്രബോധനങ്ങളും ഒക്കെ ചുരുക്കി കുഞ്ഞുങ്ങളൊന്നും അധികം സമയം എടുക്കാതെ കണ്ട് നിങ്ങൾ അത് അനുവദിച്ചതാണതിന് നിങ്ങൾക്ക് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാണ്. ചന്തമേറും ശോഭാമൂലം അന്തപുരത്തിലേറാഞ്ഞി ചന്തമേറും ശോഭ മൂലം അന്തപുരത്തിലേറാഞ്ഞി ചന്തമേറും ശോഭ മൂലം അന്തപുരത്തിലേറാഞ്ഞി ചന്തമേറും ശോഭ അന്തപുരത്തിലേറാഞ്ഞി ചന്തമേറും ശോഭ മൂലം അന്തപുരത്തിലേറാഞ്ഞി ചന്തമേറും ശോഭ മൂലം എന്നു പരിപൂർണ്ണ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ എന്നു പരിപൂർണ്ണ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ എന്നു പരിപൂർണ്ണ അണിയും വസ്ത്രം പൊൻകസവു കൊണ്ടു നെയ്തതാ എൻ മനസ്സുയരുന്നതോ നന്മയേറും വചനത്താൽ 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 ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു.
കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. മാന്യ മകള് നന്നായിട്ട് പാടി, നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടിയത് കൊണ്ട് വലിയ പാട്ടുകാരുടെ കൈവെക്കുന്നില്ല. തന്നെയല്ല, സമയവും അധികം നമുക്ക് അതിന് ചെലവഴിക്കാനില്ലല്ലോ. ഈ രാവിലെ ദൈവവചനത്തിൽ നിന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കാം. വളരെ പരിചിതമായ തിരുവെടുപ്പ്, യൂദയുടെ ലേഖനം 14-15 തിരുവെടുത്ത. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇവിടെ യൂദയുടെ ലേഖനത്തിൽ യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാമനായ ഹാനോക്ക് പ്രവചിച്ചു. നമ്മൾ രാവിലെ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാനോക്ക് എന്താണ് പ്രവചിച്ചത്, ഏത് ഹാനോക്ക പ്രവചിച്ചത്, പ്രവചിക്കാനുള്ള കാരണമെന്ന്, ഹാനോക്കിന് എന്തോ സംഭവിച്ചു, ഇതൊക്കെ ചിന്തിക്കാനാണ് കർത്താവിൽ ആശിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലെ നമുക്കറിയാം 66 പുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ഈ ലേഖനം. നമുക്കറിയാം മൊത്തം 66 പുസ്തകം. പഴയ നിയമം 39, പുതിയ നിയമം 27. ഞാൻ എപ്പോഴും പറയും, ഏതാണ്ട് 40 എഴുത്തുകാർ 1600 കൊല്ലം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. എഴുത്തുകാർ പലരും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ വായിച്ചു വരുമ്പോൾ ഒരാള് ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എഴുതിയതുപോലെ തോന്നും. കാരണം പരിശുദ്ധാത്മാവിനെ നടത്തിട്ടില്ല. അതെ, യൂദയുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനം. ഇവിടെ ബൈബിൾ സ്കൂളുമൊക്കെ നടത്തുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളല്ല. അതുകൊണ്ട് ഞാൻ ഒരല്പം പേടിച്ചാ പറയുന്നത്. എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷമിക്കുകയും ചെയ്യണം. ഈ യൂദയുടെ ലേഖനത്തിന് ഒരു വേറെ പഠിതാവ് കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റ് കാർഡാണ്. യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡ്. വായിച്ച സഹോദരിയുടെ പേരെന്തുവാ? സുമ. വേറെ പുസ്തകത്തിൽ നോക്കരുത്, എന്നെ നോക്കണം. കാണാൻ വലിയ ചെലവൊന്നുമില്ലെങ്കിൽ നോക്കണം. യൂദയുടെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട്? അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കി പറയാം. വായിച്ചതിന് നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. 30 ഉള്ളതാണ്. 25. എങ്ങനെയാ കുറയ്ക്കുന്ന ഓർത്താ? അപ്പോൾ 25 വാക്യമേ ഉള്ളൂ യൂദയുടെ ലേഖനത്തിൽ. അതുകൊണ്ട് വേറെ പഠിതാക്കളിൽ ചിലർ പറയുന്നത് ഇത് ഒരു പോസ്റ്റ് കാർഡാണ്. പോസ്റ്റ് കാർഡ്. എനിക്ക് ആംഗലേയ ഭാഷ ഒന്നും വലിയ ഭാഷമില്ല. തെറ്റുകാന്ന് തിരുത്തി തരണം. വെറുതെ എനിക്ക് ഒന്ന് തിരുത്തി തരണം. ഇത് പോസ്റ്റ് കാർഡാണ്. നമുക്കറിയാം പോസ്റ്റ് കാർഡ് ഒത്തിരി ഒന്നും എഴുതാനൊക്കത്തില്ല. പണ്ട് പോസ്റ്റ് കാർഡ് അയച്ചവരൊക്കെ ഇതിനകത്തുണ്ട്. ആർക്കാരൊന്നും ഞാൻ പറയുന്നില്ല. ഇല്ലെങ്കിൽ വേറെ പോസ്റ്റ് കാർഡ് ഇല്ലെങ്കിൽ ഒത്തിരി എഴുതാം. പോസ്റ്റ് കാർഡിൽ എഴുതുന്നതിൽ 2 ഇരട്ടി 3 ഇരട്ടി ഇല്ലെങ്കിൽ എഴുതാം. ഇപ്പോഴല്ലയോ ഫോൺ വിളിച്ച് ഇങ്ങനെ കണ്ടോണ്ടൊക്കെ പറയുന്നത്. പണ്ട് ലെറ്റർ അല്ലയോ, കുവൈത്തോട്ട് വരുന്നവരുടെ ലെറ്റർ കൊടുത്തു വിടുക. ഒരിക്കൽ എൻ്റെ ഈ ലെറ്റർ തന്നു, ഞാൻ വായിച്ചില്ല, പക്ഷെ എല്ലാം പൊട്ടിച്ചു. ആന്ത്രാക്സ് ഉള്ള സമയമാണ്, വായിച്ചില്ല. കാരണം ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. വേറൊരു സഹോദരൻ്റെ നമ്മുടെ ജൂബി ദാനിയേൽ പാസ്റ്ററുടെ മകനാണ്. ഇപ്പൊ അവനെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലുണ്ട്, ജോഷിനെ. ഞാൻ പറഞ്ഞു പൊട്ടിക്കാൻ പറഞ്ഞു, വായിക്കരുത്. ഞാൻ വായിച്ചോ എന്ന് അറിയത്തില്ല, വായിച്ചില്ലെന്നാണ് തോന്നുന്നത്. പൊട്ടിക്കണം, കാരണം എന്തെങ്കിലും കുരുക്കുണ്ടെങ്കിൽ നമ്മൾ വെട്ടിനകത്തും. അപ്പം അങ്ങനെ ലെറ്ററിന്റെ പ്രത്യേകത ഇല്ലെങ്കിൽ ഒത്തിരി അതിനകത്ത് എഴുതാം. ചിലർ എഴുതി തീർന്നു കഴിയുമ്പം ഒരു കാര്യം ഓർത്തു, അപ്പൊ ഒട്ടിക്കുന്നതിന് മുന്നേ ആ സൈഡിലും കൂടെ വായിക്കണേ, നമ്മൾ തിരിച്ചു വെച്ച് വായിക്കണം. അപ്പൊ ഇല്ലെങ്കിൽ
ധാരാളം കാര്യം നമുക്ക് എഴുതാം. പക്ഷേ പോസ്റ്റ് കാർഡിൽ ഒത്തിരി എഴുതാനൊക്കത്തില്ല. പോസ്റ്റ് കാർഡിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും വായിക്കുകയും ചെയ്യാം. എല്ലാവർക്കും വായിക്കാം, ഇല്ലെങ്കിൽ എല്ലാവർക്കും വായിക്കാൻ ഒക്കത്തില്ല. അപ്പം യൂദായുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാണെന്നാ പറയുന്നത്. കാരണം ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ എഴുതിയതെല്ലാം നല്ല ഈടുറ്റ കാര്യം. അത് 25 വാക്യമേ ഈ ലേഖനത്തിലുള്ളൂ. യൂദയുടെ ലേഖനത്തിൽ 25 വാക്യം. ഇതുപോലെ 25 വാക്യമുള്ള വേറൊരു പുസ്തകമുണ്ട്. ഏതാ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് ഇയാള് തെളിയണ്ടെന്നായിരിക്കും. നിങ്ങൾ യോഗം കഴിയുമ്പോ പറഞ്ഞാൽ മതി. എത്ര വാക്യമുണ്ട്? ആ, ഞാൻ അധ്യായമാണെന്ന് ചോദിച്ച പുസ്തകത്തിന്റെ കാര്യമല്ല. ഒന്ന് 10 ദിവസം മൊത്തം 25 വാക്യമുള്ളൂ. രാവിലെ ആയതുകൊണ്ടായിരുന്നു. അതെ, പിന്നീട് കണ്ടുപിടിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യൂദയുടെ ലേഖനത്തിൽ 25 വാക്യമേ ഉള്ളൂ. ഫിലേമോന്റെ ലേഖനത്തിൽ എത്ര വാക്യമുണ്ട്? അപ്പോൾ യൂദയുടെ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ഈ യൂദ നമുക്കറിയാം ഏത് യൂദായാണ്. ദൈവമക്കൾക്ക് അറിയാം. വേദപുസ്തകം പഠിക്കുന്ന ഏത് യൂദായ? 1-ാം വാക്യമായി യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ യൂദ ഏതാണ്? ഒന്നുകൂടെ നന്നായിട്ട് പറയാം. ഈ ക്രിസ്തുയേശുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരൻ. അതിന് യാക്കോബിന്റെ സഹോദരൻ എന്ന് പറയാൻ കാര്യം, വേറൊരു ഭാഗത്ത് ഒരു പദം കൊടുത്തിട്ടുണ്ട്, യാക്കോബിന്റെ മകനായ യൂദ. അവന് വേറൊരു ഭാഗത്തുണ്ട്. മലയാളത്തിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:12 മുതൽ വായിച്ചു. ഓടിച്ചു വായിച്ചു. മാളിക മുറിയിൽ കയറിപ്പോയി. പിന്നെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പൊ മലയാളത്തിൽ യാക്കോബിന്റെ മകന് നമ്മുടെ പ്രയോഗം വന്നതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ വളരെ ക്ലിയറായിട്ട് എഴുതി യാക്കോബിന്റെ സഹോദരൻ. അവിടെ മകനെന്ന, ഇവിടെ സഹോദരൻ. അതെന്താന്ന് ചോദിച്ചാൽ നാടൻ ഭാഷ പറഞ്ഞ ചിലർക്ക് അപ്പനെയും മോനെയും കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ട. അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. ആത്മീയ ലോകത്ത് കൊണ്ട് ചേട്ടനെയും അനിയനെയും കണ്ടാൽ തിരിച്ചറിയത്തില്ല. ദൈവദാസനെയും അല്ലെങ്കിൽ അപ്പനെയും അമ്മയും ഒന്നും കണ്ടാൽ തിരിച്ചറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു തിരിച്ചറിവ് കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്താം. ആടെ അപ്പൊ ഇവിടെ യാക്കോബിന്റെ സഹോദരനായ യൂദ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാണ്. നമ്മുടെ കർത്താവിന് വേറെയും സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മറിയം നിത്യകന്യകയല്ല. ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് വീണ്ടും മക്കള് ഉണ്ടായി. വേറെ പുസ്തകത്തിൽ ധാരാളം തെളിവുണ്ട്. ഒരു വാക്യം വായിച്ചു, മർക്കോസ് 6:3. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനലി. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ
മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിന് വീണ്ടും മക്കളുണ്ടായി. അതുകൊണ്ട് വചനം വിശ്വസിക്കുന്ന, വചനം പഠിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന വേർപെട്ട ദൈവമക്കൾ മറിയത്തെ നിത്യകന്യകയായി അംഗീകരിക്കാത്ത. മറിയം നല്ല അമ്മയോ നല്ല സഹോദരിയാ, മാന്യ വനിതയാ, പക്ഷെ നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന വിശ്വാനം പുരാനും പ്രസവിച്ച് അനന്തരം വീണ്ടും അമ്മയ്ക്ക് മക്കളുണ്ടായി. അതുകൊണ്ടല്ലോ ആദ്യജാതൻ എന്ന പ്രയോഗം കൊടുത്തില്ലേ. അവൾ ആദ്യജാതനെ പ്രസവിച്ചു, പിന്നെ ജാതന്മാരുണ്ടായി എന്നർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. മാത്രമല്ല ഈ യൂദായുടെ ലേഖനത്തിലെ ഒരു പ്രധാന വിഷയം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. 25 വാക്യമേ ഉള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂക്ഷിക്കണം. അതാ ഇതിലെ പ്രധാന വിഷയം. 1-ാം വാക്യവും 6-ാം വാക്യവും 21-ാം വാക്യവും 24-ാം വാക്യവും 13-ാം വാക്യവും വായിച്ചേ. യേശുക്രിസ്തുവിനായി അവിടെ സൂക്ഷിക്കപ്പെട്ടു. 6-ാം വാക്യം. അവിടെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ 13-ാം വാക്യം. സൂക്ഷിച്ചു, അവിടെ സൂക്ഷിച്ചു. 21. സൂക്ഷിച്ചു. 24. സൂക്ഷിച്ചു. അപ്പോൾ ഈ വാക്യത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദം സൂക്ഷിക്കുക. അല്ല, ഞാനും നിങ്ങളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യവും സൂക്ഷിക്കണം. സംസാരം സൂക്ഷിക്കണം, ഇടപാട് സൂക്ഷിക്കണം, സഹകരണം സൂക്ഷിക്കണം, കൂട്ടായ്മ സൂക്ഷിക്കണം, ആരാധനയിൽ സൂക്ഷിക്കണം, പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സൂക്ഷിക്കണം. സമൂഹത്തോട് ചുറ്റുപാടുകളിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗങ്ങളിൽ ഇടപെടുന്ന മേഖലകളെല്ലാം സൂക്ഷിക്കണം. ദൈവത്തിന് മകനം. അപ്പോൾ 1-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പദം സൂക്ഷിക്കണം. സൂക്ഷിക്കുക. അപ്പൊ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനം. 12 കാര്യം ലേഖനത്തെ പറ്റി പറഞ്ഞെടുത്ത ഭാഗത്തോട്ട് വരാനാണ്. മാത്രമല്ല, ഓർപ്പിച്ചല്ലോ 25 വാക്യമേ ഈ ലേഖനത്തിലുള്ളൂ. പക്ഷേ സകല വിഷയങ്ങളും ഈ ലേഖനത്തിലുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ, മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതൽ യൂദ തുടങ്ങിയിരിക്കുന്നത്. 6-ാം വാക്യം. അപ്പൊ ശ്രദ്ധിക്കുക, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുടെ വിഷയം മുതല യൂദ തുടങ്ങിയിരിക്കുന്നത്. ഈ വാക്യം വിവാദവാക്യമാണ്, തർക്കമുള്ള വാക്യമാണ്. ഈ ദൂതന്മാർ ആരാണെന്ന് വേറെ പുസ്തകം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ തർക്കമുണ്ട്. ചിലർ പറയുന്നത് യെശയ്യാ 14:12 ദൂതനാണെന്നും, ചിലർ പറയുന്നത് ആദിമ ഭൂമിയിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ ആകിയ ദൂതനാണെന്നും, ചിലർ പറയുന്നത് ഏദത്തോട്ടത്തിൽ കാവൽ ഏർപ്പെടുത്തിയ കെറൂബുകൾ ഉണ്ട് അവരാണെന്നും. ഇങ്ങനൊക്കെ ഒത്തിരി തർക്കമുണ്ട്. നമുക്കിപ്പോ തർക്കിക്കാൻ നേരമില്ല. തന്നെയല്ല തർക്കം ദൈവസഭയ്ക്കും ഇല്ല. പിന്നെ അറിഞ്ഞിരിക്കും. പിന്നെ ഒരു കാര്യം, എല്ലാം ഒന്നും നമുക്ക് പിടികിട്ടുകയല്ല. ചില പറയാനുണ്ടോ സുപ്രസിദ്ധ വേദ പണ്ഡിതൻ, അങ്ങോട്ട് പണ്ഡിതനില്ല. എന്തെല്ലാം കാര്യം ഇതിനകത്ത് മനസ്സിലാകാനുണ്ട്. ഇനി ഒത്തിരി കാര്യം നമ്മുടെ എന്റെ നിങ്ങളുടെയൊക്കെ ഇരിപ്പും ഭാവം കണ്ട ഇത് മുഴുവൻ പഠിച്ചിരിക്കുക. ഇനി വേറെ ഉണ്ടേത്താ, അത് നമ്മുടെ ആ ഭാവം കണ്ടാൽ അങ്ങനെ തോന്നും. നമുക്ക് മനസ്സിലാകാത്ത എന്തും വീണ്ടും കാര്യമായി ഇതിനകത്ത് തന്നിരിക്കുന്നു. എന്റെ എളിയ അനുഭവം പറയാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട യോജിച്ചാൽ മതി. ഇത് പഠിക്കും തോറും ഒരു കാര്യം മനസ്സിലായി നമുക്കൊന്നും അറിയത്തില്ല. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് പഠിക്കും തോറും ഒരു കാര്യം ബോധ്യപ്പെടുക, നമ്മൾ ഒന്നും നമുക്ക് അറിയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് പഠിക്കും തോറും ധ്യാനിക്കും തോറും നമ്മുടെ കർത്താവിനോട് സ്നേഹം കൂടുക.
കാരണം ഇത് പഠിക്കാനും കേൾക്കാനും അറിയാനും എനിക്ക് ഈ ആയുസ്സിൽ അവിടുന്ന് ഭാഗ്യം തന്നല്ലോ. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ലാരും. നമ്മളെക്കാൾ മിടുക്കന്മാർ ഉന്നതന്മാരൊക്കെ കിടക്കുമ്പോഴാ പൊടമാരാകുന്ന നമുക്കിത് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. അതെ, നമ്മുടെ കേരളത്തിലെ പ്രധാന വ്യക്തിയായിരുന്നല്ലോ മൺമറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ അവർകൾ. വളരെ കഴിവുള്ള ആള്. അങ്ങനത്തെ ഞാൻ നമ്മുടെ കേരളത്തിലെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വേറെ പ്രഗത്ഭന്മാര്, പക്ഷെ അവർക്ക് ആർക്കും വെളിപ്പെടാത്തതാ പൊട്ടനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവിനോട് സ്നേഹം കൂടുതലാണ്. അദ്ദേഹത്തെ വെച്ച് മാനുഷികമായി നോക്കിയാൽ നമുക്ക് യാതൊരു യോഗ്യത. ഒരു പുള്ളി കുഴവൂരിൽ നിന്ന് നടന്ന് കോട്ടയത്ത് വന്നാ പഠിച്ചത്. നമുക്ക് വണ്ടി കിട്ടാൻ പോലും പിള്ളേർ പോകില്ല. ലണ്ടനിൽ പോയി പഠിച്ചു. എന്തോ നല്ല ഉന്നതനായ മനുഷ്യൻ കേരളത്തിലെ. അതുപോലെ അടുത്ത കാലത്ത് മരിച്ച ഹരിത വിപ്ലവത്തിന്റെ ഞങ്ങളുടെ നാട്ടുകാരനാ, കുട്ടനാട്ടുകാരനാ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം. നിങ്ങൾ കുവൈറ്റിലെ വിപ്ലവമേ അറിയുമോ? അപ്പൊ അദ്ദേഹം വളരെ ഉന്നതനായ മനുഷ്യനാണ്. അപ്പൊ എന്റെ ഒരു ഭാഷയെ പറയാ, ആ ഉന്നതരാകുന്ന അവർക്ക് വെളിപ്പെടാത്തതാ. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് സ്നേഹം കൂടുതലാണ്. അവിടുത്തെ വചനം ധ്യാനിക്കണം. നിൻമുഖകാന്തിയൻ മാനദനീനും നിൻമുഖകാന്തിയൻ മാനദനീനും നിന്മധുരാമൃതവചനം കിന്നതയാഗമേ പോകൂ. നിന്മധുരാമൃതവചനം കിന്നതയാഗമേ പോകൂ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. ആയി വരും നേരം മുകിൽ ഭീകരം ആയി വരും നേരം കാൺമോ നിയമത്തിൻ വില്ല ആയതിൽ തീരുമൻ ആരം. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരുമാകുന്ന അനേകർക്ക് വെളിപ്പെടാത്തതാണ് ദൈവം നമുക്ക് ഈ വചനത്തിന്റെ സത്യം വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതോറും രണ്ട് കാര്യമാണ്. എനിക്ക് ഒന്ന്, നമുക്കൊന്നും അറിയത്തില്ല. രണ്ട്, കർത്താവിനോട് സ്നേഹം കൂടുതൽ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ 6-ാം വാക്യം വിവാദവാക്യമാണ്. എന്തായാലും ആ വിവാദം അവിടെ നിൽക്കട്ടെ. ദൂതലോകത്തെ വിഷയം മുതലായി യൂദ തുടങ്ങിയിരിക്കുന്നത്. ദൂതലോകത്തെ വിഷയം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള വിഷയം മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. 25 വാക്യമേ ഉള്ളെന്ന് ഓർത്ത് ചുമ്മാ അലക്ഷ്യമായിട്ട് അത് ശ്രദ്ധിക്കരുത്. നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ദൂതലോകത്തെ വിഷയം മുതൽ മാത്രമാണോ അന്ത്യകാല വിഷയം വരെ? വായിച്ചേ 18. അന്ത്യകാലത്ത് മതി. അന്ത്യകാലത്ത്. അപ്പോൾ ഭൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുക. അപ്പൊ ഇത് വളരെ ഈടുറ്റ ലേഖനമാണ്. തടിക്കളയരുത്. പോസ്റ്റുകാരനാണെന്ന് പറഞ്ഞു. ഈടുറ്റ ലേഖനമാണ്. വേറൊരു കാര്യം കൂടെ പറയാം. ഈ ലേഖനത്തിന്റെ വേറൊരു വൈശിഷ്ട്യം ഞാൻ ഓർപ്പിച്ചല്ലോ തുടക്കത്തിൽ. 40 എഴുത്തുകാരാ വേറെ പുസ്തകം എഴുതിയത്. 40 എഴുത്തുകാർ. മോശെ തുടങ്ങി യോഹന്നാൻ അപ്പോസ്തലൻ വരെ 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലം കൊണ്ടായി ഈ പുസ്തകം മുഴുവൻ എഴുതി തീർത്തത്. എന്റെ ഭാഷയാണ്. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില വിഷയം യൂദായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്തത്. മോശയാണെങ്കിൽ 5 പുസ്തകം എഴുതി. ദാവീദ് ഏതാണ്ട് 100 സങ്കീർത്തനത്തോളം എഴുതി. 150-100 ദാവീദ് എഴുതിയതാണ്. മാത്രമല്ല ഈ പുസ്തകത്തിലെ വേറൊരു വിശേഷത, ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയതാരാ? പുസ്തകം സത്യവേദ പുസ്തകത്തിൽ പറയരുതേ. പൗലോസ് എത്ര പുസ്തകം? എബ്രായ ലേഖനോട് ചേർത്ത് 14.
പുസ്തകം കൂടുതൽ പൗലോസിന്, പക്ഷെ അധ്യായം കൂടുതൽ എഴുതിയതാരാ? മോശെ. ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായമുണ്ട്? നോക്കാതെ പറ. മോശാന്ന് പറയുന്നത് പുറപ്പാട് എത്രയുണ്ട്? ഇത് നിങ്ങളൊക്കെ അറിയാവുന്ന. ഉൽപ്പത്തി 50 അധ്യായം, പുറപ്പാട് 40 അധ്യായം, ലേവ്യ 27 അധ്യായം, സംഖ്യ 36 അധ്യായം, ആവർത്തനം 34, കൂട്ടി കഴിയുമ്പോൾ എല്ലാം കൂടെ 50, 40, 27, 36, 34 എത്രയുണ്ട്? മോനെ മാത്സ് ആണോ എടുത്തേക്കുന്നത്? അപ്പൊ ശ്രദ്ധിക്കുക, അധ്യായങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എഴുതിയത് മോശെ, പുസ്തകം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എഴുതിയത് പൗലോസ്. എന്നാൽ ഈ പുസ്തകത്തിന്റെ വേറൊരു വിശേഷത നിങ്ങൾക്കറിയാം. അപ്പനും മോനും കൂടെ എഴുതിയ പുസ്തകമുണ്ട് ഇതിനകത്ത്. അപ്പനും മോനും, ദാവീദ് ശലോമോനും. വലിയ ഭാഗ്യമല്ലേ? സത്യവേദ പുസ്തകത്തിന് അപ്പനും മകനും കൂടെ പുസ്തകം എഴുതി. മോമിന്റെ പരിവക്കേടായത് ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഈ പുസ്തകത്തിന് ഒത്തിരി വിശേഷതയാ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, ഇതൊക്കെ ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെ ഈ ആയുസ്സിൽ ലഭിച്ച ഭാഗ്യം വലുതല്ലേ? വലിയ ഭാഗ്യമാണ്. ഇത് പഠിപ്പിക്കുന്നതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. തലയിൽ ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നതിന് 3-ാം വാക്യം വായിച്ചു. 1:3, വെളിപ്പാട് 1:3. കേൾപ്പിക്കുന്നവനും കേൾപ്പിക്കണം, വായിച്ച് കേൾപ്പിക്കണം. കേട്ടോ? ആ, കേൾക്കുകയും ചെയ്യണേ, ഉണങ്ങരുത്. കേൾപ്പിക്കുകയും ചെയ്യണം, കേൾക്കുകയും ചെയ്യണം. പിന്നെ അതിനുപരി ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പൊ നമ്മുടെ ആയുസ്സലിങ്ങനൊക്കെ ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ട് ഇതുപോലൊരു ജാതി നല്ല നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞത് 40 എഴുത്തുകാരിൽ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ചില സത്യം യൂദർക്ക് ദൈവം വെളിപ്പെടുത്തി. പ്രധാനമായിട്ട് 2 കാര്യം. ഒന്ന്, അതിന്റെ 9-ാം വാക്യം വായിച്ചേ. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ അപ്പൊ ഈ മോശയുടെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട് സാത്താൻ വന്ന് തർക്കിച്ചു വാദിച്ചപ്പോൾ പ്രധാന ദൂതനാകുന്ന മീഖായേൽ വന്ന വിഷയം യൂദായിക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. മോശയെ അടക്കിയത് ദൈവമാണെന്നറിയാം. അവിടെ തന്നെ 34 കിടപ്പുണ്ട്. 6-ാം വാക്യം വായിച്ചോ. പെട്ടെന്ന് വായിക്കണം. എന്നാ ദേശം? ആയിക്കോട്ടെ. മതി, അടക്കിയല്ലോ, അത് മാറ്റി. എന്നാലും സഹോദരി അഭിനന്ദിക്കുന്നത് ചെടികടാന്ന് വായിക്കുന്നില്ല. ദൈവം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ വേറെ സഹോദരന്മാരാ, അവള് തന്നെ ഏറ്റോട്ടെ, നമ്മള് മിണ്ടായി. ആർക്കാന്നെ ബോധമുള്ളവനല്ല വല്ലതും വിളിച്ചു പറഞ്ഞ സഹോദരി കേൾക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെല്ലാം വായിക്കുന്നവരാ. ഇങ്ങനെ പമിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിവരമില്ലാത്തവനാ വരുന്നത്. അതിന്റെ മൈക്ക് കിട്ടിയാൽ എന്തോ ആ വായി വരുന്ന എല്ലാവരും വിളിച്ച് പറയും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മിണ്ടാതിരിക്കുന്നതായിരിക്കും. അതാണ് നിങ്ങളുടെ ചിലർ ഇരിക്കുന്നത് എനിക്കറിയാം. നിങ്ങളുടെ ഭാഷ വായിക്കുമ്പോ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ദൈവം മോശയെ അടക്കി. എന്നാൽ വേറെ പുസ്തകം പഠിച്ചാൽ മോശയെ ഉയർപ്പിക്കുന്നത് നമുക്കറിയാം. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ വേറെ വാക്യങ്ങൾ ചേർത്ത് കണക്ട് ചെയ്താ പറയേണ്ടത്. ഏലിയാവും എലീശയും രണ്ടുപേരും യാത്ര ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഏലിയാവ് എലീശയോട് പറഞ്ഞു തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. നിന്നാണ്, യഹോവയാണ്, ജീവനാണ്, നിന്നെ വിട്ട് ഞാൻ പിരിയത്തില്ല. ഗിൽഗാലി വന്നപ്പോ പറഞ്ഞു തിരിച്ചു പോക്കോ, ഇല്ല പോകുകയല്ല. ബേതേലി വന്നപ്പോ പറഞ്ഞു തിരിച്ചു പോക്കോ, പോകത്തില്ല. യെരിഹോവിൽ വന്നപ്പോ പറഞ്ഞു തിരിച്ചു പോകില്ല. അപ്പൊ മനസ്സിലായി പോകുകയായിരുന്നു. യോർദാങ്കൽ വന്ന് പുറപ്പെടുത്തടിച്ച് അക്കരെ കയറി രണ്ടുപേരും മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ പെട്ടെന്ന്
അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും അവരെ തമ്മിൽ വേർപിരിച്ചെന്നാണ്. അങ്ങനെ വേർപിരിച്ച് ഏലിയാവ് സ്വർഗത്തിലേക്ക് പോവുക. ആ പുറപ്പ് വീണപ്പോ എലീശ പറയുന്ന ഒന്ന് രണ്ട് പദപ്രയോഗമുണ്ട്. എന്റെ പിതാവേ, എന്റെ പിതാവേ, അങ്ങനല്ലേ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാലയും. എല്ലാ വാക്യങ്ങളും വിളിക്കുന്നില്ല, ചരിത്രത്തിലോട്ട് പോകുന്നില്ല. ഇവിടെ വെച്ച് മോശെ ഉയർത്തുക. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രധാന ദൂതനാകുന്ന മീഖായേൽ വന്നു. മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച് തർക്കം നടക്കുക, ഉയർപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിഷയം വെളിപ്പെട്ട് കിട്ടിയത് യൂദയ്ക്കാണ്. യൂദ അത് രേഖപ്പെടുത്തി മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിച്ച് വാദിക്കുമ്പോൾ ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാൻ അനുവദിക്കാതെ യഹോവ നിന്നെ ഭർഷിക്കും. അപ്പോൾ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത ഈ മാർമിക വിഷയം ദൈവം യൂദായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല രണ്ടാമത് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വിഷയമാണ് നമ്മുടെ കുറുവാക്യം ഹാനോക്ക് പ്രവചിച്ചത്. ഇതും യൂദായ്ക്കാണ് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്, വളരെ ആഴമേറിയ ലേഖനം. ഇനി അടുത്തത്, ഈ ലേഖനത്തിലെ ഒരു പ്രയോഗം 3 വിഷയങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. മൂന്ന് കാര്യം, 3ന്റെ ഒരു കണക്ക്. 3 എന്നുള്ളത് ഒരു നല്ല കണക്കാണ്, ഇല്ലയോ? ഒരു നല്ല കണക്ക് പറഞ്ഞ് ബിബിളിക്കലായിട്ട് 3 ഏഴോ 3 പറയാൻ പറഞ്ഞപ്പോ ഏഴാണ്. ആ 3-ാം ദിവസം ഉയർത്തു. പിന്നെ ആ 3-ാം ചോദിച്ചു. ആദ്യം അങ്ങ് പറ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതിലെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ 3 എന്നൊരു കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. 3 ഒന്നാം വാക്യം വായിച്ച 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ എത്ര പേരുടെ പേരുണ്ട്? 3 കണക്ക് കണ്ടോ? 3 യേശുക്രിസ്തു, യാക്കോബ്, യൂദ, 3 പേര്. അടുത്ത വാക്യം വായിച്ചേ. സ്നേഹിക്കപ്പെട്ടും പിന്നെ സൂക്ഷിക്കപ്പെട്ടും പിന്നെ വിളിക്കപ്പെട്ട്. അപ്പൊ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദം കണ്ടോ? ആദ്യം 3 വ്യക്തികളെ കണ്ടു, ഇപ്പൊ 3 പദങ്ങൾ കണ്ടു. രണ്ടാം വാക്യം വായിച്ചേ. കരുണ, സമാധാനം, സ്നേഹം. അത് 3. കരുണ, സ്നേഹം, സമാധാനം. അത് 3ന്റെ കണക്കാണ്. ഇത് 3 സംഭവങ്ങൾ. 5 മുതലുള്ള വാക്യം വായിച്ചേ. മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയം ഒരു സംഭവം. അടുത്തത് വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസത്തിൽ വിട്ടുപോയ ദൂതന്മാരെ പിടിച്ചു ബന്ധിച്ചു, അത് വേറൊരു സംഭവം. 3 സോദോം ഗോമോറ എന്ന ആ സംഭവം. ഈ 3 സംഭവം. അപ്പൊ 3ന്റെ കണക്കാണ്. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച ഒരു സംഭവം, ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ച ഒരു സംഭവം, സോദോമിൽ ദൈവം ചെയ്ത ന്യായവിധി, 3 സംഭവം. അപ്പൊ ഈ 3ന്റെ കണക്ക് ഈ ലേഖനത്തിൽ ധാരാളമുണ്ട്. ഇനി 3 വ്യക്തികള് 11 വായിച്ചേ. 11. അയ്യോ കഷ്ടം. ഒന്ന് കൈ നല്ല പറ്റിയ പുള്ളിക്കാരാ കൈ. ബിലിയ അടുത്തത് കക്ഷിയാ, ബിലയ. 3 അടുത്തത് കോരൻ. അപ്പോൾ കൈയിന് ബിലയ, കോരൻ. 3 നല്ല പറ്റിയ പുള്ളിക്കാരാ. കൈയിന് ബിലയ, കോരൻ. അല്ല, എനിക്ക് അവിടെയൊക്കെ നിന്ന് പ്രസംഗിക്കാൻ കൊള്ളാമുണ്ട്, പ്രസംഗിക്കാറുണ്ടല്ലോ ഒത്തിരി. ദൈവത്തിന്റെ മുഖത്താണ് കൈയിന്റെ വഴി. എന്തുവാ കൈയിന്റെ വഴി? സാധാരണ നമ്മൾ പറഞ്ഞ ചക്കയും മാങ്ങായും എല്ലാം കൊണ്ട് വെച്ചെന്നാ. ചേന, ചേമ്പ്, കാച്ചില്, നാട്ടിലെ രീതിയാ. കൈയിന്റെ വഴി എന്ന് പറഞ്ഞാൽ അതിനൊരു ആശയം ഇതാണ്. ഹാവേലും കയ്യിലും കൂടെ യാഗം കഴിക്കാൻ പോയത്. ഹാവേല് കടിഞ്ഞൂലിൽ നിന്നൊരു ആട്ടിൻകുട്ടിയെ കയ്യിന് നിലത്തിലല്ല പോ. ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കണം, അതാ പ്രമാണം.
കാരണം ഏതിനെയും ഇറക്കി വിടുന്നതിന് മുന്നേ ഒരു കുഞ്ഞാടിനെ അവിടെ അറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തോല് കുടിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ അപ്പനാകുന്ന യാതാൻ തന്റെ പിള്ളേരോടൊക്കെ പറഞ്ഞു കാണി ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ലിഖിതമായ പ്രമാണമില്ലെങ്കിലും, ലിഖിതമല്ലാത്ത ഇപ്പൊ നമുക്ക് ലിഖിതമായ പ്രമാണമില്ലാത്തത് നമ്മൾ അനുഷ്ഠിക്കുന്നില്ലേ? ഇല്ലേ? ഇല്ലേ? എന്തേലും പറ. നമ്മുടെ പേര് എവിടെ നാട്ടിൽ വരും? അപ്പൊ ഈ ലിഖിതമായ പ്രമാണമില്ലെങ്കിലും നമുക്ക് ചില ധാർമ്മിക പ്രമാണമുണ്ട്. ഉദാഹരണം, ലിഖിതമായ പ്രമാണമില്ല. ഏതാ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല പുക വലിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ? പറ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടോ? ഇല്ല. പിന്നെ എന്നാ വലിക്കാത്ത? ചുമക്കുന്നുണ്ടാണോ? ലിഖിതമായിട്ട് അവന്റെ മൂക്കിൽ കൂടെ പുക പൊങ്ങിയെന്നാ. വേണമെങ്കിൽ വലിക്കേണ്ടവർക്ക് അതിന് കടപിടിക്കുന്ന ഒരു മാർഗമാണ്. പക്ഷെ നമുക്ക് അറിയാം അത് തെറ്റാണെന്ന് അറിയാം. ഇങ്ങനെ ഒത്തിരി കാര്യമുണ്ടെല്ലാം പറയാൻ നേരമില്ല. അപ്പോൾ ലിഖിതമായ ഒരു പ്രമാണം അതുവരെ കൊടുത്തിട്ടില്ല. ലേവ്യ പുസ്തകത്തില് പ്രമാണം കൊടുക്കണം. പക്ഷേ ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കണമെന്നുള്ളത് പ്രമാണമാണ്. പക്ഷെ കയ്യിൽ അത് ചെയ്തില്ല. കയ്യിൽ നിരത്തിലെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ കയ്യിന്റെ വഴി എന്നാന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ, ഇഷ്ടമുണ്ടെ സ്വീകരിച്ചാണ്. ഇതാ കയ്യിന്റെ വഴി. എന്റെ ഇപ്പൊ കാറ്റിലും ചേമ്പും ചേന എനിക്ക് ഉള്ളൂ, അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ആട്ടുകൂട്ടി അവനുള്ളത് കൊണ്ട് അവൻ കൊണ്ടുവന്നു. എന്റെ ഇപ്പം ഈ നിലത്തിലെ ഇതൊക്കെ ഉള്ളൂ, ഇഷ്ടമുണ്ട്. ഇങ്ങനെയല്ല ഇപ്പൊ ആത്മീയ ലോകത്ത്. ഞാൻ ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇഷ്ടമുണ്ട് ഈ സഭയിൽ ഇരുത്തിയാൽ മതി. കയ്യിലെ വഴിയാ. എല്ലാരും കൈയടിച്ച് വാങ്ങുമ്പോ ഞാൻ കൈയടിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുള്ളൂ. എന്നെ ഇഷ്ടമുണ്ട് ഇവിടെ. എന്നാ നിങ്ങൾക്ക് എല്ലാവരും അരുതാഴിയെ പോലെ ഇവിടെ തിരുമേശം നടക്കുമ്പോ ഞാൻ എടുക്കത്തില്ല, ഞാൻ ഇഷ്ടമുണ്ട് എനിക്ക് തന്നാ മതി. ഇല്ല എനിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രശ്നമാകരുത്. ഞാന് കൊമ്പമീശ വെച്ചോണ്ട് ചിലപ്പോ വന്നിരിക്കും, ഇഷ്ടമുണ്ട് എന്നെ ഇവിടെ ഞാൻ പറയാൻ പോവാ. പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചൻ ആധാരം പിടിച്ചതുപോലെ ആധാരം പിടിച്ചുകൊണ്ടിരിക്കുക വെണ്ടർ കുഞ്ഞുഞ്ഞ്. അപ്പൊ ചോദിച്ചു, ചാക്കോച്ച എഴുതിക്കോട്ടെ. എഴുതാനില്ലയോ കാശുമൊക്കെ അടച്ച് എഴുതാൻ പോവാ. എഴുതിക്കൂ, എഴുതുവേ. അപ്പൊ എഴുതി അതിനെയോ തന്നെ എഴുതുക. അപ്പൊ പുള്ളി ചോദിച്ച കൂടെ തന്നെ ചാക്കോച്ചൻ ഞാൻ എഴുതുമ്പോ ചാക്കോച്ചന്റെ ഭാര്യ അച്ചുകുട്ടി കറിയാച്ചന്റെ ഭാര്യയായിട്ട് വരും. അത്ര എഴുതാ പുള്ളി എഴുതാൻ പോകുന്നത്. അതേപോലെ അങ്ങനെ തന്നെ എഴുതണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോവുക. കയ്യിലെ വഴി ഞാനിങ്ങനെ ഈ ആരാധനയെ സംബന്ധിച്ചോളൂ. ഇഷ്ടമുണ്ട് എനിക്ക് ഇവിടെ മെമ്പർഷിപ്പ് തന്നാൽ മതി, ഇഷ്ടമുണ്ട് ഇരുത്തിയാൽ മതി. ഞാൻ അല്പം സേവിക്കും, ഞാൻ അടിക്കും. എപ്പോഴും ഒന്നുമില്ല. ഓണത്തിനും ക്രിസ്തുമസിനും സന്തോഷം വരുമ്പോ നിങ്ങൾ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. നിങ്ങളെല്ലാം വിശുദ്ധന്മാരില്ലയോ? പിന്നെ ട്രെയിനിൽ പോകുമ്പോ അങ്ങനെയുള്ളവരുമുണ്ട്. സ്തോത്രം. പണ്ടടുത്ത് തന്നെ പുക വലിച്ചു. അവൻ തെറ്റാണ്, ഈ തണുപ്പത്ത് സെൻട്രൽ പാസ് വരെ വലിച്ചു പോകുന്നു. അവന്റെ ഡയലോഗ ഓണമെന്ന് ഇറങ്ങിയിരിക്കുക. വേറെ വിശ്വാസം പിന്നെ അപ്പൊ കയ്യിന്റെ വഴിയിലാ. കയ്യിലെ വഴി എന്റെ ഇതേ ഉള്ളൂ, ഞാനിത് കൊണ്ട് വെച്ചു. ഇഷ്ടമുണ്ട്. അങ്ങനല്ല. നിന്റെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രമാണം നീ ആക്കണം. നമ്മുടെ സാഹചര്യത്തിനൊത്ത് ആരാധിക്കുന്നതല്ല പ്രമാണം. ദൈവം വെച്ച മലിനത്തിന്റെ വ്യവസ്ഥയിൽ ആരാധിക്കുന്നതാണ് പ്രമാണം. എന്റെ സാഹചര്യം ഇങ്ങനെ, എന്റെ അവസ്ഥ ഇങ്ങനെ, എന്റെ അവസ്ഥ ദൈവമാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒപ്പല്ലല്ല. ദൈവം വെച്ച വ്യവസ്ഥ പോലെ, ദൈവം തന്നിരിക്കുന്ന പ്രമാണം പോലെ, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പോലെ
കർത്താവിന് ഭക്തൻ കയ്യിന്റെ വഴി. മൂന്ന് പേരാ. ഒന്ന് കയ്യിൽ, പിന്നെ ആരാ? ബിലിയാൻ കാശ് നോക്കി. കാശ് എങ്ങനെയായാലും 10 പുത്തൻ. പുള്ളിയുടെ ഡയലോഗ് കേട്ട അവർക്ക് പുള്ളിക്ക് കാശിനോട് വലിയ താല്പര്യം വന്നു. കാശിനോട് ആർക്കാ താല്പര്യം ഇല്ലാത്ത? ഒരാളെന്ന് കൈ നോക്കിക്കേ. എന്നെ പറയാം, കാശിനോട് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങോട്ട് വന്ന അല്ലേ? ആത്മഭാരം കയറി വന്നോ? ആത്മഭാരം കയറി എന്തിനാ പ്ലെയിനെ കയറുന്നേ? ആത്മഭാരത്തോട്ട് പോയ അവിടെ ആത്മാക്കള് ഇവിടെ ഞാൻ സഹിത ഇവിടെ വിദേശ രാജ്യത്ത് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ വരുന്ന സകല ആൾക്കാരും കാശിനാഗ്രഹമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആത്മഭാരം കയറി ഒരാൾ വന്നത് നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട് അവൻ ഏതാണ് എന്നോട് കൂടെ ഒന്ന് പറയണം. നമുക്കെല്ലാം കാശ് ആവശ്യമാണ്. നിങ്ങൾക്കും. നിങ്ങൾ ഈ ചൂടും പിടിച്ച ഇത്ര ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ രാജ്യത്ത് ചിലരൊക്കെ ആട്ടും തുപ്പും ഒക്കെ കേട്ടാ ജീവിക്കുന്നത്. എന്ത് ഭയപ്പെട്ട, എന്ത് ബന്ധപ്പെട്ട, എന്ത് പേടിച്ച അതെല്ലാം ജീവിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായ ചില കാര്യം വേണം. പക്ഷെ ഒരു കാര്യം മറുവശ പറയാം, ആ കാശ് സൂത്രത്തിൽ ഉണ്ടാക്കരുത്, മറ്റുള്ളവനെ ചതിച്ചുണ്ടാക്കരുത്, മറ്റുള്ളവനെ കുതികാൽ വെട്ടിൽ ഉണ്ടാക്കരുത്, ഒരുതരം അഞ്ചിച്ചാച്ച് നീ 10 മുത്തം ഉണ്ടാക്കരുത്. നിന്റെ കൈ വേണ്ടി പാലിക്കണം. ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടെ വരുമ്പോൾ ദൈവമക്കൾ അനേകരെ നിങ്ങൾ മാനിക്കുന്നവരാ. അത് സൂത്രം പറഞ്ഞ് മേടിക്കരുത്, കള്ളം പറഞ്ഞ്. പണ്ടൊരാൾ പറഞ്ഞ് ഞാൻ ഇതിന്റെ ഓർഫണേജ് നടത്തുക 4-5 പെൺപിള്ളേരുണ്ടെന്ന്. പിന്നീട് ചോദിച്ച മനസ്സിലെ 1 ഭാര്യ 2 ഭാര്യയാണ്, 3 പെൺപിള്ളേര്. കള്ളം പറഞ്ഞോ? ഇല്ല. അതൊന്നും പറഞ്ഞില്ല. ദൈവത്തിന്റെ മകത്താണ്. നമ്മുടെ നാവ് സൂക്ഷിക്കണം, കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കയ്യിൽ നിർമ്മല ഹൃദയവും. ദൈവത്തിന് മഹത്വം. കൈ വളർത്തുമ്പോൾ ഇതിനകത്ത് ആകൃത്യം ഒന്നും കാണരുത്. അപ്പൊ ബിലിയാമിന്റെ സൂത്രം ഞാൻ ചോദിച്ചാൽ പൊതുവിൽ പറഞ്ഞു, എനിക്ക് പൈസയോടൊന്നും വലിയ താല്പര്യം ഇല്ലെന്ന്. ഒരു വാക്യം വായിച്ച തെളിവിന് 22-ാം അധ്യായത്തിന്റെ 14-ആണോ 15-ആണോ വാക്യം. ബിലിയാം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, 25 സംഖ്യാപുസ്തകം എഴുതി. പെട്ടെന്ന് വായിക്കണേ. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ആ പദം വായിച്ചേ. പെട്ടെന്ന് വായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബിലിയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് പൈസ തരുന്ന കാര്യമാണ്. ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പറഞ്ഞ പൈസ കാശ് എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ഇതിനോട് വായിച്ച ഈ വാക്യം വായിച്ചാൽ നമ്മൾ ഓർക്കും ബിലിയാമിന് കാശിനോട് യാതൊരു താല്പര്യോ ഇല്ലെന്ന് നമുക്ക് തോന്നും. ഈ വാക്യം വായിച്ചാൽ ആരാണ് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും കൊണ്ട് തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ഇത് പുൽപ്പിറ്റയിൽ നിന്ന് മൈക്ക് കിട്ടിയപ്പോ പറഞ്ഞതാ ഞാൻ സാഹിതം. ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നവനാ. ഞാൻ എന്നെ കൂടെ പ്രതിയാതി പറയാ, പുൽപ്പിറ്റയിൽ നിന്ന് മൈക്ക് കിട്ടുമെന്ന് എന്റെ ഭാഷയാ കേട്ടോ. എനിക്ക് വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ല, അത് നല്ലതുമാണ്. അതുകൊണ്ട് എനിക്ക് കുറെ കാര്യം പറയാം. സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും. പണ്ട് മർമാണി കല്യാണം കഴിച്ചു, അതിന് തൊടുമർമ്മ പറയും. അതിന് പെമ്പളയാ പുള്ളിയെ തല്ലുന്നത്. ഇയാള് തല്ലാൻ ചെല്ലുമ്പോ അവിടെ എല്ലാം മർമ്മമാണ്. തല്ലാൻ ചെല്ലുമ്പോ മർമ്മമാണല്ലോ. അതിന് നമ്മളെ കുടുംബത്തിന് ചുരുക്കി പറഞ്ഞ അയാൾ താലുകൊണ്ട് മർമ്മം കൂടുതൽ അഴിഞ്ഞാൽ താലി മേടിക്കും. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് കൂടുതലായിട്ട് എല്ലാ ഉപദേശവും പറയാൻ ഒക്കത്തില്ല. നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന അവസരം നല്ല ഇവന്റെ ഡയലോഗ്. അത് ഞാനും നിങ്ങൾ പലരും സ്റ്റേഡിയം നിൽക്കുമ്പോ പുൽപ്പിറ്റി കയറുമ്പോൾ മൈക്ക് തരുമ്പം നമ്മളെല്ലാം നല്ല ഡയലോഗ് പറയും. ഈ ജീവിതത്തോടെ വിഷയത്തോടെ എടുക്കുമ്പോഴോ ഇതന്നെ ബിലിയാമിന്റെ വഞ്ചന.
വഞ്ചിക്കല്ലേ? ആകാരം വഞ്ചിക്കല്ലേ? സ്നേഹം എന്ന് പറയും. നമ്മുടെ ഇന്നത്തെ വിഷയം അഗാപ്പെ എന്ന് പറഞ്ഞ അഗാപ്പെ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വാപ്പത്തെ പറഞ്ഞ ആകപ്പേയാണ് അഗാപ്പെ. സ്നേഹം ദൈവസ്നേഹത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ സ്നേഹം ഇരിക്കുന്ന പലരുമായിട്ട് മിണ്ടത്തുമില്ല, കൈ കൊടുക്കുകയല്ല. എത്ര വർഷമാണ് കിട്ടിയിട്ട്? വിഷയം എന്നാ? നമ്മുടെ പ്രസംഗ വിഷയം കൊയിനോനിയ. ഇരിക്കട്ടെ, കൊയിനോനിയ എന്ന് പറഞ്ഞ കൂട്ടായ്മ. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകുകയല്ല, നാട്ടിലെ രീതി വെച്ചാൽ തന്നെ വിഷയം പറ്റ കൊയിനോനിയ കൂട്ടായ്മ വെച്ചാൽ ഉണ്ട്. അഥവാ പോയാൽ ആ വീട്ടിൽ കേരളത്തിലെ വെളിയിലിരിക്കും, തീരുന്നതിന് മുന്നേ പോകും. അവിടെ ചില ഭക്ഷണം കൊടുത്താലും കഴിക്കത്തുമില്ല. ചിലര് സത്യം തന്നെ വഞ്ചിക്കല്ലേ? ചിലര് പറയാറുണ്ട്, ഞാൻ ഫുൾ ടൈം വേലയ്ക്ക് ഇറങ്ങി, എനിക്ക് എങ്ങനെയും കർത്താവിന്റെ ജീവൻ പോകുന്നത് വരെ. ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇപ്പം സഭയുടെ ചുമതല. ഓ ഇല്ല, പിള്ളേർക്ക് ഇപ്പം UK-ലും കാനഡയിലും ഒക്കെ ആയി. അത് പിള്ളേര് പറഞ്ഞു സഭയുടെ ചാർജ് ഒന്നും എടുക്കണ്ട. ഇപ്പൊ ഇത്രയും ഞാൻ ഇപ്പൊ പിള്ളേരുടെ കൂടി പറ്റില്ല. ദൈവത്തോടും അങ്ങനെയല്ലേ? കഴിഞ്ഞ നിങ്ങളെല്ലാം ഇങ്ങനെ മരുന്ന് മാറി കഴിച്ച പോലെ ഇരിക്കുന്നത്. അപ്പൊ ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്ങനെയും പിള്ളേരെ ഒന്ന് രക്ഷപ്പെടുത്തണം, എങ്ങനെയും പിള്ളേരെ ഒന്ന് രക്ഷപ്പെടുത്തണം. പിള്ളേരെ രക്ഷപ്പെടുത്തും. ഇനിയിപ്പം വേണ്ട, അധികല്ലേ? നമ്മളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഞാന് ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയേണ്ടി വരും. ദൈവത്തിന് മഹത്വം. അപ്പോൾ വിലിയം പറയുക, എനിക്ക് മാരാജ് ഗൃഹം നിറച്ച് വെള്ളിക്ക് കൊണ്ട് തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ഇത് പുറമേ ഡയലോഗ് പറഞ്ഞ് ദൈവത്തിന്റെ ഹൃദയത്തെ നോക്കി, എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം തമ്മിൽ എന്റെ ഹാർട്ട് സ്കാൻ ചെയ്തു. ചില അസുഖം ഒന്നും പെട്ടെന്ന് പരിശോധിച്ചാലൊന്നും അതിനെ സ്കാൻ ചെയ്ത് അങ്ങനല്ലേ? നാട്ടിലൊക്കെ എങ്ങനെ സ്കാൻ ചെയ്യാം? പിന്നെ ചില സ്കാനിങ് സെന്ററും ഡോക്ടർമാരുമായിട്ടൊരു ധാരണയുള്ളത് കൊണ്ട് ഡോക്ടർ തന്നെ പറയും ഇതിന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇടത്ത് വെച്ചത് മൂന്നാമതാണ്. അതിവിടെ തമ്മിൽ ധാരണ. ഞാൻ എതിർക്കുന്നില്ല, ഡോക്ടറുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. കടം മേടിച്ചാൽ വേറൊരു സ്ഥലത്തും കൂടെ സ്കാൻ ചെയ്യുന്ന നല്ലതാണ്. ഡോക്ടർ പറയാത്തൊരു സ്ഥലത്തും കൂടെ രണ്ട് റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലെ ചികിത്സ അല്ല. അവർ പറയുന്നത് സ്കാൻ ചെയ്താൽ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചുരുക്കൊന്നും പറഞ്ഞ് കിടക്കരുത്. രണ്ട് സ്ഥലം ഒന്ന് അപ്പൊ ഈ വിലിയാമിന്റെ ഹാർട്ട് സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ടും സെയിമാണ്. യൂദായുടെ ലേഖനത്തിലും പത്രോസിന്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചേ. അവർ നേർവഴി വിട്ടു തെറ്റി അനീതിയുടെ കൂലി കൊതിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം 2:13-14 വായിച്ചേ. അവിടെ ബിലിയാമിന്റെ വാഞ്ചന കൂലി കൊതിച്ചു. ബിലിയാമിന്റെ 16-ാം വാക്യമാണോ? കൂലി കൊതിച്ച് ഇടത്ത് വെപ്പാൻ യൂദായുടെ ലേഖനത്തിൽ വായിച്ചിരിക്കുന്നത് കൂലി കൊതിച്ചെന്ന അല്ലെ? അപ്പൊ രണ്ട് സ്കാനിങ് റിപ്പോർട്ടും സെയിമാ. കൂലി കൊതിച്ചു, ദ്രവ്യാഗ്രഹമാകത്ത്. പൊതുവിൽ പറഞ്ഞത് എന്നതാ? ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പോലും പൈസ തന്നാലും ഞാൻ പ്രമാണം മാറ്റി കലർന്ന് ചുമ്മാ പറഞ്ഞതാ. കാശ് കണ്ടു കഴിയുമ്പോ പ്രമാണം മാറ്റുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ ഇല്ലേ കണ്ടവ. നേരത്തെ പിണങ്ങരുത്, കൈവൊക്കെ ചുരുട്ടി വെച്ച് നല്ല പ്രസംഗമായിരുന്നു. കേൾക്കാൻ ഓടിയിട്ടുണ്ട്. വേറൊന്നും പറയണ്ട, മുണ്ടുമൊക്കെ കൊടുത്ത് കൈവൊക്കെ നല്ല മെസ്സേജാ. കാശ് കണ്ടമാനം വന്നപ്പം ഇത് തീർത്ത് വെച്ചത് അങ്ങ് അടിച്ചു. പിന്നെ കണ്ടമാനം വന്നം കൊണ്ട് പറഞ്ഞു ഷർട്ട് വേണ്ട ജിബ മതി എന്ന് പറഞ്ഞു. പിന്നെ കാശ് കണ്ടമാനം
മനസ്സിലായി കാണും. കണ്ണമാനം പറഞ്ഞു ജിപ്പായ്ക്ക് ഇച്ചിരി ഇറക്കം കൂട്ടാൻ, നിങ്ങൾ വല്ല ഇറക്കം കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ഇറക്കം കൂട്ടി. കാശ് കണ്ണമാനം വന്നപ്പോ പിന്നെ പറഞ്ഞു എന്നാ അവർ മുഴുത്ത ജിപ്പ അങ്ങ് തയ്ക്കാം, ഇവിടെ മുതലങ്ങ് താഴെ വരെ. കുറച്ച് കഴിഞ്ഞപ്പോ പാവത്താരിന് വടിയൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. ഇപ്പൊ അസോ പറയുന്നു. മനസ്സിലായ കാര്യമല്ലല്ലോ. കാശ് കണ്ണമാനം വന്ന് കഴിയുമ്പോ പ്രമാണം മാറ്റുമെന്ന് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്മുടെ പല ഉപദേശമാരും എബ്രാഹിം പറഞ്ഞരുത്, പല ഉപദേശമാരും നാട്ടില് കേരളത്തില് കർക്കശമായിട്ട് ഉപദേശം പറഞ്ഞു. ആവരണത്തിനെതിരെ അമേരിക്കയിലും കാനഡയിലും ലണ്ടനിലും ഒക്കെ ചെന്നിപ്പോ അവര് പറഞ്ഞ് ഇടുന്നോണ്ട് വലിയ കുഴപ്പമില്ലെന്ന് ഇപ്പൊ ചിലര് പറയുന്നു. ഊരിയവരെല്ലാം മണ്ടന്മാരും ഇട്ടവരെല്ലാം അതിനൊക്കെ പോയാൽ ഒത്തിരി പറയാനുണ്ട്. പിന്നെ എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് അടങ്ങുക. വിശ്വാസം പറഞ്ഞോളാണ് പറഞ്ഞാലും ദൈവത്തിന്റെ മഹത്വം. അങ്ങനത്തെ മുഴുവൻ രവിയാഗ്രഹമാണ്. കാശകണ്ഡമാനം വന്നു കഴിയുമ്പോൾ ഉപദേശം മാറ്റും, പ്രമാണം മാറ്റും, സഭ വിൽക്കും. അനുവാദത്തിൽ കിടന്ന ഒരാൾ പണ്ട് സഭ വിറ്റ് കാപ്പി കുടിച്ചു. അതിനെ കൊണ്ടായിരുന്നു സഭ. ബിലിയാമിന്റെ വഞ്ചന. അപ്പൊ ഈ കയ്യിന്റെ വഴി ബിലിയാമിന്റെ വഞ്ചന, കോരകിന്റെ സ്ഥാനം, കസേര എങ്ങനെയും ഒരു കസേര, അതിനെന്ത് സൂത്രം ഒപ്പിക്കും. ചില പറഞ്ഞില്ലേ ചാകുന്നതിന് മുന്നേ എനിക്ക് ആ കസേരയിലൊന്ന് ഇരുന്നാ മതി. എന്നെ പറഞ്ഞു എനിക്ക് അത് ഇരുന്ന് കഴിഞ്ഞ വെച്ചൊന്ന് യാത്രാ മതി. ചില പറഞ്ഞത് എനിക്കത് ഇരുന്നോണ്ട് ചാകണം. ആഗ്രഹം. അതിന് കൂടെയുള്ളവരെ ഉപദ്രവിക്കത്തില്ലേ, ആക്ഷേപിക്കത്തില്ലേ, ചെളിവാരി എറിയത്തില്ലേ? ദൈവത്തിന് ഭാഗത്തൊന്നും പോകുന്നില്ല. ഇതൊക്കെ അവിടെ നമ്മുടെ വിഷയത്തിൽ വന്നേക്കാം. അങ്ങനെ പറഞ്ഞപ്പോ 3 വ്യക്തികൾ, കയ്യിന്, ബിലയാമ്, കോര, 3 പേര് എങ്ങനെയുണ്ട്? അപ്പൊ 3ന്റെ കണക്കാ. ആദ്യം 1-ാം വാക്യത്തിൽ 3, പിന്നെ 1-ാം വാക്യത്തിൽ 2, 3ന്റെ കണക്ക്, 2-ാം വാക്യത്തിൽ 3ന്റെ കണക്ക്, പിന്നെ 5-ാം വാക്യവും 6, 7 3 സംഭവങ്ങൾ. ഇവിടെ 3, 11-ാം വാക്യം 3 വ്യക്തികൾ. ഇനി 19 വായിച്ചേ. പിന്നലെ ഉണ്ടാക്കുന്നവര് പ്രാകൃതന്മാര്. അവിടെ 3 കാര്യം. പിന്നലെ ഉണ്ടാക്കുന്നവര് പ്രാകൃതന്മാർ. അവിടെ 3 സംഭവം. അപ്പൊ ഇനി ഒത്തിരി ഉണ്ടല്ല പറയാൻ നേരമില്ല. 3ന്റെ കണക്ക് ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വലിയ ഈടുറ്റ ലേഖനമാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം ഒന്ന് വിടാം. ദൈവത്തിന്റെ മഹത്വം. ഈ യൂദ ഈ ലേഖനം എഴുതുമ്പോ ഞാൻ എപ്പോഴും പറയും, യൂദയുടെ മനോഭാവം ഈ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യൂദയുടെ മനോഭാവം, നമ്മുടെയൊക്കെ മനോഭാവം ഒന്ന് അറിയുന്നത് നല്ലതാണ്. യൂദയുടെ മനോഭാവം എന്തുവാ? യൂദയുടെ മനോഭാവം 1-ാം വാക്യത്തിൽ മനോഭാവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചേ. യേശു ക്രിസ്തുവിന്റെ ദാസൻ. മനോഭാവം കണ്ടോ? യഥാർത്ഥത്തിൽ ശരിക്കും മുമ്പേ പറഞ്ഞാൽ ഈ യൂദ യേശു ക്രിസ്തുവിന്റെ ആരാണ്? പക്ഷെ തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെ? യേശു ക്രിസ്തുവിന്റെ ദാസൻ. അതിന് ശരിയായ പ്രയോഗം അടിമയെന്ന്. സർവന്റ് എന്നുള്ളതല്ല കൊടുത്തേക്കുന്നത്. സർവന്റിന്റെ വിശേഷത, സർവന്റിന് ശമ്പളമുണ്ട്, ടൈമുണ്ട്, ഡ്യൂട്ടിക്കുള്ള. ഇന്ന സമയത്ത് പറഞ്ഞാൽ ഇന്ന സമയത്ത് പോകാം. നാട്ടിലൊക്കെ ഇവിടുത്തെ അറിയുന്ന നാട്ടിലൊക്കെ സർവന്റിനെ വിളിച്ച് അവർ ആദ്യം ചോദിക്കും എനിക്ക് എന്തൊക്കെയാ ഡ്യൂട്ടി, ഇന്നതൊക്കെയാ. അതേ അതിനപ്പുറം പറഞ്ഞ വേറെ കൊടുക്കണം. വേറൊന്നും പറഞ്ഞില്ല. നമുക്കൊരു വീട്ടിലൊരു സർവന്റ് ചെന്നു. അപ്പം കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? എല്ലാ ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാ ജോലിയും ചെയ്യും, വിളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ആണ്. പക്ഷെ ഒരു കാര്യമുള്ളൂ, വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് അവർക്ക് കട്ടനിട്ട് കൊടുക്കണം. കട്ടൻ കുടിച്ചു കഴിഞ്ഞാൽ കൊടക്കാട് നിങ്ങളുടെ അടുത്താ വീട്ടുകാർ. അപ്പൊ നല്ല സഹോദരിയാ. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് അവർക്ക് ഒരു കട്ടനിട്ട് കട്ടൻ കുടിച്ചു കഴിയുമ്പോൾ അവൾക്ക് ജോറാണ്. അല്ല കുഴപ്പമില്ല. അപ്പൊ അവർക്ക് ശമ്പളമുണ്ട്. ഒരു മാസം കൊടുത്തില്ലേ ചോദിക്കും, ഇല്ലേ അടുത്ത മാസം കൊടുക്കണം. പക്ഷെ അതിനായിട്ട് അങ്ങനല്ല.
അടിമയ്ക്ക് ശമ്പളമൊന്നുമില്ല. അടിമയുടെ വിചാരവും വികാരവും എല്ലാം എപ്പോഴും യജമാനന്റെ മേലാ ദൃഷ്ടി, അല്ലേ? യജമാനന്റെ മേല. യജമാന്റെ നോട്ടം കാണുമ്പോ അടിമയ്ക്ക് അറിയാം ഇപ്പൊ എന്തിനാ നോക്കിയത്. യജമാനൻ കണ്ണ് കാണിക്കുമ്പോഴറിയാം ഇപ്പൊ എന്തിനാ കണ്ണ് കാണിച്ചത്. എല്ലാം വിവരിക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ അടിമയാണ്. അവിടുത്തെ മുഖത്തോട് നോക്കാൻ പറയാ എന്തിനാ കർത്താവൊന്നും നോക്കിയല്ല പത്രോസിനെ, ഇന്നലെ കരഞ്ഞെന്നുള്ള തള്ളി പറഞ്ഞ പത്രം സതിരാവിലെ സമയേ പരനെ തള്ളി പറഞ്ഞ പത്രോസ് അതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. നോക്കി ഒറ്റ നോട്ടത്തിൽ പിടി കിട്ടി. സ്തോത്രം. അപ്പൊ ഇവിടെ ഈ യൂദയുടെ മനോഭാവം യേശു ക്രിസ്തുവിന്റെ ദാസൻ തന്നെ പരിചയപ്പെടുത്തിയ മനോഭാവമാണ്. പരിചയപ്പെടുത്തിയത് ക്രിസ്തുവേശുവിന്റെ ദാസൻ. ഞാനോ നിങ്ങളിൽ ചിലരോ ആയിരുന്നെങ്കിൽ നമ്മളെ എങ്ങനായിരിക്കും പരിചയപ്പെടുത്തുന്നത്? യൂദയുടെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എങ്ങനാ? ഉറക്കെ പറഞ്ഞു. ശരിയാ. നിങ്ങളായിരുന്നു എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? യേശു ക്രിസ്തുവിന്റെ സഹോദരൻ സഹോദരിയൊക്കെ അങ്ങനെ പരിചയം. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാനായിരുന്നു പറയാൻ ദൈവത്തിന്റെ അനിയനായ യൂദ. ദൈവത്തിന്റെ അനിയനല്ലേ? യേശു ക്രിസ്തു ദൈവമല്ലേ? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പം പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ അനിയനായ കുറച്ചുകൂടെ നമുക്ക് ഒരു സ്ഥാനമല്ലേ? പക്ഷെ യൂദ മനോഭാവം കണ്ടോ? ദൈവത്തിന്റെ അനിയനെന്നല്ല പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ അനിയനാന്നും അല്ല പറഞ്ഞേ, അടിമ. മാത്രമല്ല തന്റെ മനോഭാവം ഒരു കാര്യം കൂടെ പറയാം. ഒരു കാര്യം ഇവിടെ ആ മനോഭാവം അടുത്ത വാക്യം ഒന്ന് വായിച്ച്. യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു വിളിക്കപ്പെട്ടതുമായ ആ പ്രിയപ്പെട്ടവരെ കഴിയുന്നത് അടുത്ത വാക്യം. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നമുക്ക് നിങ്ങൾ കരുതുവാൻ സകല പ്രയത്നമെങ്കിലും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വത്തിനായ ചില മനുഷ്യർ തുടങ്ങി വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ. അപ്പൊ അതിലെ മനോഭാവം ഒന്ന് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ദാസൻ, അടിമ. രണ്ട് മനോഭാവം. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ ഞാനും യേശു ക്രിസ്തുവും ശിമോനും യാക്കോബും ഞങ്ങളെല്ലാം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബത്തിൽ അല്ലാത്ത, നാടൻ ഭാഷ പറഞ്ഞ കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയെന്നല്ല പറഞ്ഞത്. എന്റെ ഭാഷ പറയാം, കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങൾക്കും കുടുംബത്തിൽ പറക്കാത്ത നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ രക്ഷയേ ഉള്ളൂ. ഏക രക്ഷകനേ ഉള്ളൂ. ഒരേ ഒരു രക്ഷയേ ഉള്ളൂ. ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ. ഒരേ ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. അത് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഏകദൈവം. യേശു ക്രിസ്തു ഏക കർത്താവ്. യേശു ക്രിസ്തു നിത്യദൈവം. യേശു ക്രിസ്തു മാത്രദൈവം. മറ്റൊരുത്തനും രക്ഷയില്ല. ക്രിസ്തു യേശു മാത്രമാണ് രക്ഷിതാവ്. നമുക്കൊരു പിതാവേ ഉള്ളൂ. ഏക നായകൻ, ജീവനായകൻ, രക്ഷാനായകൻ, വിശ്വാസത്തിന്റെ നായകൻ. നമുക്കൊരു പിതാവേ ഉള്ളൂ. അവൻ സർവശക്തനായ
നടത്തുന്നവനായി, കുട്ടമടിപ്പിച്ച് വെള്ളോട് സദസ്സുള്ള പ്രാരംഭമുള്ളവനായി, 7 നക്ഷത്രം അല്ലെങ്കിൽ പിടിക്കുന്നവനായി, ദൈവനാമത്തിന്റെ ഏകാധിപതി, ഞാൻ മാത്രം അമർത്തുന്നവൻ, രാജാതി രാജാവ്, മുഖത്താതി കർത്താവ്. ഓ, praise the Lord. അതേ മനോഭാവം ഒന്നാണ് യേശുക്രിസ്തുവിന്റെ അടിമ. സ്തോത്രം. 2, നമുക്കെല്ലാവർക്കും കൂടെ ഒരൊറ്റ രക്ഷയുള്ളൂ. എനിക്ക് ബഹുമാന്യ ദൈവദാസനോട് ഞങ്ങൾ സംസാരിച്ചപ്പം 9:20 വരെ എടുക്കാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് 9:30 ആഴ്ചയിൽ പറഞ്ഞു. അപ്പൊ ഇപ്പം ഈ ക്ലോക്കും ആ ക്ലോക്കും എല്ലാം കറക്റ്റ് ആണല്ലോ. 9:20 മതി, ഗുണമാകാനാണ് ഇതൊക്കെ മതി. സ്തോത്രം. അപ്പം ഇങ്ങനൊരു അവസരം ലഭിച്ചത് ബാക്കി ഭാഗമൊന്നും പറയുന്നില്ല, ഒത്തിരി പറയാനുണ്ട്. നിങ്ങൾ കേൾക്കുവാൻ ചിലർക്ക് താല്പര്യം ഉണ്ടെന്ന് മുഖം കാണുമ്പോൾ അറിയാം. എന്നാലും ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചല്ലോ. അതിന് മുഖാന്തര ബഹുമാനത്തോടെ സന്നിധാന കർത്താവിന്റെ ദാസൻ, ഈ മാന്യ സഭ പരിചിതരായി പലരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. 2 കാര്യം ചിന്തിച്ചാൽ മതി. പ്രധാനമായിട്ട് 2 കാര്യം. 1, കർത്താവിനോട് ചേർന്നിരുന്ന അനേകർക്ക് വെളിപ്പെടാത്തത് ദൈവം നമുക്ക് 2, നമ്മുടെ മനോഭാവം നല്ലതായിരുന്നു. ഞാൻ വലിയ ആളാ, എന്നെ കൊണ്ട് വല്ലതൊക്കെ നടക്കും, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാകരുത്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു വിശ്വാസം. അതുകൊണ്ട് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കെല്ലാം ഒരുങ്ങാം. ദൈവം അനുവദിച്ചാൽ, ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ പിന്നീടൊക്കെ നമുക്ക് കൂടുതലാണെങ്കിൽ ഒന്നിച്ച് വചനം ധ്യാനിക്കാം. ഇതൊരു മുഖബലിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നെ ക്ഷണിച്ച സമയം തന്നതിന് നന്ദി. തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്. കോവിഡിന്റെ സമയത്ത് സഭകളെല്ലാം കൂട്ടിയപ്പം ദൈവം ഒരു നടത്തിപ്പ് തന്നൊരു സഭ തുടങ്ങി. അത് ദൈവം അങ്ങ് ചെയ്തതാണ്. കുറച്ച് പേര് കൂടാനുണ്ട്, ചിലരൊക്കെ അത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം നാട്ടിൽ നിങ്ങൾ വരുമ്പം സാവകാശവും സാഹചര്യവും അനുവദിക്കുന്നെങ്കിൽ എല്ലാവരും ഒരു സഹായത്തിന് ക്ഷണിക്കുക. നിങ്ങളുടെ സാഹചര്യം വർഗത്തിന് അനുവദിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച കടന്നു പോകും. യാത്രയിൽ തുടർന്നുള്ള ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കണം. എല്ലാത്തിനും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.